Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 9 പെരിമീറ്റർ ആൻഡ് ഏരിയയിൽ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് പാരലോഗ്രാം ആൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനായിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക, ദെൻ അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി മിസ്സിംഗ് വാല്യൂസ്. സോ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ കുറച്ച് വാല്യൂസ് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടല് 1 എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്? ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഓക്കെ, 3 കോളംസിലാണ് നമ്മുടെ വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. യെസ്, സോ ഇതില് ഈ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബേസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഏരിയ ഓഫ് പാരലോഗ്രാം ഉണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ബേസും വേണം ഹൈറ്റും വേണം. അല്ലെങ്കിൽ നമുക്ക് ഏരിയ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസ് എന്തായാലും നമുക്ക് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ആളെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ കോളത്തിലോട്ട് ഫസ്റ്റ് കോളത്തിലാണ് ബേസ്, സെക്കൻഡ് കോളം ഹൈറ്റ്, പിന്നെ ഏരിയ ഓഫ് പാരലോഗ്രാം. നമ്മൾ റോ ബേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണില് നമുക്ക് 20 സെന്റിമീറ്റർ ബേസ് ഉണ്ട് and height is not given and area is 246 centimeter square. ഇങ്ങനെയാണ് ഡാറ്റ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഏരിയ അവിടെ വാല്യൂസ് ഗിവൺ ആണ് 246 ആൻഡ് ബേസിന്റെ വാല്യൂ ഉണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഹൈറ്റ് ചെയ്യുക, ഹൈറ്റ് ഫൈൻഡ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഇക്വേഷൻ എഴുതുമ്പോ ഏരിയ എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഫസ്റ്റ് തന്നെ റോള് നമുക്ക് ഏരിയ ഉണ്ട്, ദാറ്റ് ഇസ് 246 is equal to ബേസ് 20. ബേസും ഗിവൺ ആണ്, ബട്ട് ഹൈറ്റ് ഇസ് നോട്ട് ഗിവൺ. നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഹൈറ്റ് ആണ്. അപ്പൊ ഹൈറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഹൈറ്റ് കിട്ടണമെങ്കിൽ 20നെ മൂവ് ചെയ്താൽ മതി അല്ലെ. സോ ഹിയർ 20 is മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 246 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ we will get this height. നമുക്ക് ഹൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 246ഉം 20ഉം ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഡിവിഷൻ ചെയ്യാം. സോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളിപ്പോ നോർമൽ ഡിവിഷൻ ചെയ്യുവാണെങ്കിൽ 246 then 20. അല്ലാതെ നമുക്ക് ക്യാൻസലിംഗ് മെത്തേഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ 2ല് ക്യാൻസൽ ചെയ്യാം. 2ല് 20 വരും, അതുപോലെ തന്നെ 246ഉം 2ല് പോകുന്നതാണ്. അപ്പൊ ഓരോ ഡിജിറ്റ് ആയിട്ട് ക്യാൻസലിംഗ് മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡിവിഷൻ ചെയ്യാം. അപ്പൊ 20ൽ എടുക്കുമ്പോൾ ഫസ്റ്റ് 2 എടുക്കാൻ പറ്റില്ല, ചെറിയ നമ്പർ ആണ്, 24 എടുക്കുക. അപ്പൊ 20ൽ 24 ഇല്ല, ബട്ട് 1 ടൈം നമുക്ക് 20 കിട്ടും അല്ലെ. ദെൻ ഇനി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 4 - 0 4 വരും. ഇതെന്തായിട്ട് മാറി? 0 ആയി. 2 - 2 is 0. ദെൻ ഇനി നമുക്ക് 4 യൂസ് ചെയ്യാം, 20നേക്കാളും ചെറിയ നമ്പർ, അതുകൊണ്ട് ഈ 6നെ പിടിച്ചങ്ങ് താഴോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ 46 ആയി. ഓക്കെ, ഇനി 20ൽ 46 വരുന്നുണ്ടോ? 20 × 2 ചെയ്താൽ നമുക്ക് 40 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇവിടെ കൊടുത്താൽ 20 × 2 is 40 കിട്ടി. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം? വീണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 6 വന്നു. ഓക്കെ, ദെൻ 4 - 4 0 ആയിപ്പോയി. ഇനി 20യും 6ഉം കമ്പയർ ചെയ്യുമ്പോൾ 6 സ്മോളർ നമ്പറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒരു 0 ഇവിടെ പ്ലേസ് ചെയ്യുന്നു ആൻഡ് അറ്റ് സെയിം ടൈം ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നു. ഇനി 20ൽ 60 എത്ര ടൈംസ് ആ? 3 ടൈംസ് ആണ്. 20 × 3 is 60. സോ ഇപ്പൊ നമുക്ക് നമ്മുടെ റിമൈൻഡർ 0 കിട്ടി. ദാറ്റ് ബൈ ദി ആൻസർ ഇസ് 12.3 ആണ് നമ്മുടെ ആൻസർ. സോ ദാറ്റ് ഇസ് ദി ഹൈറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. h is equal to 12.3 സെന്റിമീറ്റർ. ഓക്കെ, സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അപ്പൊ ആ വാല്യൂ എന്തെടുക്കണം? നമുക്ക് ആ ടേബിളിലോട്ട് നോട്ട് ചെയ്യണം. സോ ഇതാ ഇവിടെ നമുക്ക് ഹൈറ്റ് വന്നിട്ടുണ്ട് 12.3 സെന്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെ ഓരോരോ മിസ്സിംഗ് ആയിട്ടുള്ള ബോക്സസും ഫില്ല് ചെയ്യുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡിലോട്ട് പോവാം. സെക്കൻഡിൽ പോകുന്ന സമയത്ത് ബേസ് ഇല്ല, ബട്ട് ഹൈറ്റ് ആൻഡ് ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ചെയ്ത അതേ ടൈപ്പിൽ നമ്മൾ ഹൈറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ഏരിയയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ബേസ് ഫൈൻഡ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അത് ചെയ്യാം.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റിന്റെ കേസിൽ ഏരിയ equal to base into height ആണ് and area is 154.5 ആണ് is equal to, so ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ബി തന്നെ കൊടുക്കുന്നു, into height is 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി വേണം. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്, ഈ ഒരു 15 ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ 154.5 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഇസ് ഈക്വൽ ടു ബി. അപ്പൊ ഇതാണ് നമ്മുടെ ബി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്യാൻസലിംഗ് ചെയ്യണം അല്ലെ. അപ്പൊ ക്യാൻസലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഡിവിഷൻ വേണമെങ്കിൽ ഡിവിഷനും ചെയ്യാം. അപ്പൊ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കണം, ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പൊ ആ ഡെസിമൽ പോയിന്റിനെ മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. എന്നിട്ട് ഫൈനലി അത് ആൻസറിൽ കൊടുത്താൽ മതി. ഓക്കെ, ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പൊ ഇതിപ്പോ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ ക്യാൻസലിംഗ് തന്നെ പോസിബിൾ ആണ്. ഓക്കെ, ക്യാൻസലിംഗ് പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1,000, അപ്പൊ നമ്മൾ ആ ഡെസിമൽ പോയിന്റ്സിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 1,545 ആണ് കേട്ടോ. ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ 15. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു 15 എടുക്കുന്നു. 1 ടൈം ആണ് 15 വരുന്നത്, 1 ടൈം തന്നെ 50 വരും. അപ്പൊ അത് 0 ആയിപ്പോയി. ദെൻ 4 നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 സ്മോളർ നമ്പർ ആയതുകൊണ്ട് ആ 5നെ പിടിച്ച് താഴോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി 15 into 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ആ വരിക. ദെൻ 15 into 3 ചെയ്താലോ, 15 into 3, 5 into 3 15, 5ഉം ദെൻ 1ഉം 3 + 1 45 വരും അല്ലെ. അപ്പൊ നമുക്ക് 3 ടൈംസ് എന്ത് വരുന്നുണ്ട്, 45 വരുന്നുണ്ട്. സോ ആൻസർ ഇസ്, നമ്മുടെ റിമൈൻഡർ 0 ആയി മാറി. നമുക്ക് ആൻസർ 13 കിട്ടി. പക്ഷെ അവിടെ 13 കിട്ടിയാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് 154.5 ആണ് അല്ലെ. ഒരു ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലും അത് കൊടുക്കണം. അതായത് ഇവിടെ എന്ത് ചെയ്യാം, 1.3 വരും നമുക്ക് ആൻസർ ആയിട്ട്. ഓക്കെ, സോ h is equal to 1.3 സെന്റിമീറ്റർ. ഓക്കെ, നമ്മളോട് ഹൈറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബേസ് ഉണ്ടായിരുന്നു, ഏരിയ ഉണ്ടായിരുന്നു, നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടേബിളിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റത്തെ ബ്ലാങ്ക് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡിൽ നോക്കാം. സെക്കൻഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഹൈറ്റ് ഇല്ല, ദെൻ അതുപോലെ തന്നെ ഹൈറ്റ് ഉണ്ട്, ദെൻ ഏരിയ ഇസ് ഗിവൺ. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ബട്ട് ദി ബേസ് ഇസ് നോട്ട് ഗിവൺ, ബേസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ഫൈൻഡ് ചെയ്യണം. ഇങ്ങനെയാണോ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത് അതേ മോഡൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളെ പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഈ കേസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ is equal to base into height ആണ്. സോ ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 1, ഏരിയ അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 154.5 is equal to base b into height is 15. ഓക്കെ, ഇങ്ങനെയാണ് തന്നത്. ഇവിടെ ബേസ് തന്നിട്ടില്ല. അപ്പൊ വി ക്യാൻ ഫൈൻഡ് ദി ബേസ്. ഓക്കെ, ബേസ് ചെയ്യണം. അപ്പൊ നമുക്ക് ബേസ് കിട്ടാൻ എന്താ ചെയ്യാം, നമ്മള് ഇതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇതിവിടെ ഇൻറ്റു ആണ്, അത് നെക്സ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 154.5 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡെസിമൽ പോയിന്റ്സിനെ മാറ്റി വെക്കാം. അപ്പൊ ഇതെന്തായി, 1,545 ആയി. സോ ദാറ്റ് നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 15 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഡിവിഷൻ ചെയ്യാം. 1,545 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 50 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ 1 ടൈം 50 50 ഇസ് 1 ടൈം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ 0 ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് 2 നമ്പേഴ്സിനെ എടുത്ത് താഴോട്ട് കൊടുക്കുന്നു. സോ ആ ടൈമിൽ നമ്മൾ ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം 45നെ ഇങ്ങോട്ട് എഴുതാനായിട്ട്.
ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ നമ്പേഴ്സ് എഴുതുമ്പോൾ നോ പ്രോബ്ലം. ബട്ട് ഇവിടെ നമുക്ക് 15 4 പറ്റില്ല, അതുകൊണ്ട് 45 തന്നെ എഴുതണം. അതുകൊണ്ട് മുകളിൽ 0 കൊടുത്തു. ഇനി 50 45 3 ടൈംസ് ആണ് വരുന്നത്. ഓക്കെ, സോ 45 റിമൈൻഡർ 0. 10 not 3, that is 103 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ 10.3 എന്ന് എഴുതാം. ഓക്കെ, 10.3 സെന്റിമീറ്റർ. ആൻസറിലും ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ്സ് വരണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമ്മുടെ ബേസ് കിട്ടി, ദാറ്റ് ഇസ് 10.3 സെന്റിമീറ്റർ. ഈ വാല്യൂ നമുക്ക് നമ്മുടെ ആ ഒരു ടേബിളിലോട്ട് നോട്ട് ചെയ്ത് വെക്കാം. സെന്റിമീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു ബോക്സും കൂടെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. സോ ഇതിലും എന്താണ്, നമുക്ക് ബേസ് തന്നിട്ടുണ്ട്, ദെൻ ഹൈറ്റ് ഇല്ല, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഏരിയ ഉണ്ട്. ഏരിയ 60.38 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നെക്സ്റ്റില് നമുക്ക് ബേസ് തന്നിട്ടുണ്ട്. ബേസ് 15.6, ദെൻ ഏരിയ 16.38 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ആണ് ഗിവൻ ആയിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക, പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഏരിയ ഇസ് ഈക്വൽ ടു BH, base into height ആണ്. Then area is 16.38 is equal to base is 15.6 into H. Okay, then ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമുക്ക് H ആണ് വേണ്ടത്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. സോ H is equal to 16.38 divided by 15.6. Okay. Okay, 1638 divided by 156 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 156ഉം 1638ഉം കൂടെ. നമ്മൾ പോയിന്റ്സിന് എടുക്കുന്നില്ല, പോയിന്റ്സ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 156ൽ ചെയ്യുമ്പോൾ നമുക്കറിയാം 1 ടൈം ആണ് 156 വരാം, അല്ലെ? 163 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 156. ദെൻ ഇനി ഇവിടെ 30 വരും. അപ്പൊ 6ഉം 30 എന്ന് പറയുമ്പോൾ 7. ദെൻ ഇവിടെ ഇനി 4 ആയി. 4 എന്ന് 5 എന്ന് പറയുമ്പോൾ 40 എടുക്കണം. ദെൻ 5 9 വരും. അപ്പൊ 9 വന്നു. ഇനി 97 എന്ന് പറയുന്നത് ചെറിയ നമ്പർ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു 8നെ താഴോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ 978 വന്നു. നമ്മൾ 8നെ എടുത്ത് താഴോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് 97 എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 8 ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു 0 കൊടുക്കണം. ഇനി 156ഉം 978ഉം നമുക്ക് ചെയ്ത് നോക്കാം എത്രയാ വരുന്നതെന്ന്. 156 into 5 ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 30, then 3, 25 and 3 is 27, then 2, then 5, 7, 8. 870 വരുന്നുണ്ട് 156 into 5 വരുമ്പോൾ. ഇനി 6 ചെയ്യുമ്പോൾ നമുക്ക് 978നേക്കാളും ലാർജർ നമ്പർ ആയി പോകും. അപ്പൊ നമുക്ക് 5 ടൈംസ് 870 എടുക്കാം. സോ ഇനി നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8, 0, then 1, 108 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ 0 കൊടുക്കണം ആൻഡ് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് 1080 കിട്ടിയിട്ടുണ്ട്. 1080 ഇവിടെ വരുന്നുണ്ടോ? നമുക്ക് 156 into ഇനി 0 വരണമെങ്കിൽ നമുക്ക് 10 ടൈംസ് 9 ടൈംസ് ചെയ്യാം. 9 ടൈംസ് ചെയ്യുമ്പോൾ 4, 5, 45ഉം 5ഉം 15, 0, 5, then 9ഉം 5ഉം 40. അപ്പൊ നമുക്കിനി 8 എടുക്കേണ്ടി വരും. 156 and 8.
1000 എബോ ആണ് വരുന്നത്. അപ്പം ഈ 156 into 7 ചെയ്യുമ്പോഴോ 156 into 7 അപ്പോഴും 1098 വരുന്നുണ്ട്. നമുക്ക് 1080 ആ വേണ്ടത്. അപ്പം നമ്മള് 6 എടുക്കണം. 156 into 6 എടുക്കണം. 156 into 6 ചെയ്യുമ്പോൾ 36 in 6 333 then 3 then 9 936 കിട്ടും. അതായത് 6 times ആണ് 936 കിട്ടുന്നത്. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷെ നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് മാത്രം മതി. അപ്പൊ ഇവിടെ ഡിവിഷൻ ആണ്. സോ ഇവിടെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സും ഡിനോമിനേറ്ററിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റും ആണുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടലി 3 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര മാത്രം എടുത്താൽ മതി. 105 പോയിന്റ് സംതിങ് ആ വരുന്നത്. അപ്പൊ നമുക്ക് ഈ സീറോനെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും ആൻസർ? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 1.05 ആണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഇസ് സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയും സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഈ ടേബിളിൽ ഫൈനലി നമുക്ക് ഇവിടെ 1.05 സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇതിൽ ചില ടേംസ് നമുക്ക് മിസ്സിംഗ് ആയിരുന്നു. നമ്മളപ്പോ സെയിം ഇക്വേഷൻ സെയിം തന്നെയാണ്. നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയ ബേസ് ഇൻടു ഹൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ടേബിൾ ആണ് ഇവിടെയും സെറ്റ് ആക്കിയിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് പാരലോഗ്രാം അല്ല, ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദി മിസ്സിംഗ് വാല്യൂസ് ആൻഡ് ഹിയർ ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻടു ബേസ് ഇൻടു ഹൈറ്റ്. അതാണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഓരോ കേസിലും ഡിഫറെന്റ് ആണ് അല്ലെ. ഫസ്റ്റ് ഹൈറ്റ് മിസ്സിംഗ് ആണ്, പിന്നെ ബേസ് ആണ്, വീണ്ടും ഹൈറ്റ് ആണ് മിസ്സിംഗ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റത്തെ കേസിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തന്ന വാല്യൂസ് ഫസ്റ്റ് ബേസ്, പിന്നെ ഹൈറ്റ്, ഏരിയ. ഇപ്പൊ ഫസ്റ്റ് കേസില് ഏരിയ ട്രയാങ്കിൾ ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ഏരിയ. അപ്പം ഏരിയ 87 ആണ്. ഫസ്റ്റ് കേസിൽ ഏരിയ ഉണ്ട്. അപ്പൊ 87 ഈക്വൽ ടു ഹാഫ് ഇൻടു ബേസ് 50 ആണ്. ദെൻ ഹൈറ്റ് ഇസ് നോട്ട് ഗിവൻ. അപ്പം എച്ച്. ഓക്കെ, ദെൻ ഇനി ഇവിടെ സോൾവ് ചെയ്യണം. അപ്പം 87 ഇസ് ഈക്വൽ ടു 15 ഇൻടു 150 ബൈ 2 ഇൻടു എച്ച്. ഓക്കെ, ഇത് നമ്മൾ മുന്നേ എക്സാമ്പിൾസ് ചെയ്ത സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി 15/2 മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് 87 ഡിവൈഡഡ് ബൈ 15/2 ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച്. ഇനി എച്ച് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിനെ ഇൻടു ആക്കണം. അപ്പൊ ഇൻടു ആക്കുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? റെസിപ്രോക്കൽ എടുക്കണം അതിന്റെ. ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ്. അതിനൊന്ന് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് 87 ഇൻടു 2/15 ആയിട്ട് മാറും. ഇനി 87ഉം ഇവിടെ 15ഉം ആണുള്ളത്. അപ്പൊ നമുക്കത് ക്യാൻസൽ ചെയ്യാം അല്ലെ? ക്യാൻസൽ ചെയ്തൂടെ? 87 ഇൻറ്റു 2/15. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 87 ഇൻറ്റു 2 ചെയ്തിട്ട് ആൻസറിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതർവൈസ് നമുക്ക് ക്യാൻസലിംഗ് പോസിബിൾ ആണോ നോക്കാം. നമുക്ക് 3ൽ നോക്കിക്കഴിഞ്ഞാൽ 5 ടൈംസ് ഉണ്ട് അല്ലെ. ഇവിടെ 3ൽ നോക്കുകയാണെങ്കിൽ 2 times 6 വരുന്നുണ്ട്, 8 ആണ്. അപ്പൊ 2 ബാലൻസ് വന്നു, അത് ഇവിടേക്ക് കൊടുത്തു. 27, അത് 9 ടൈംസ് ആണ് അല്ലെ. 3ൽ 27 9 ടൈംസ്, അപ്പൊ 89 വന്നു. സോറി 29 വന്നു, ഇവിടെ 5ഉം വന്നു. ഇനി നമുക്ക് പോസിബിൾ അല്ല അല്ലെ, ക്യാൻസലിംഗ് പറ്റില്ല. അപ്പൊ 29 ഇൻറ്റു 2 ചെയ്യാം. 29 into 2 is 18, 1 and 5, 58. Then 58 divided by 5 ചെയ്യാം. Divided by 5 ചെയ്യുമ്പോൾ 1 times 5 വരും. Then 0, 8 ഇങ്ങോട്ട് എഴുതി. 5ൽ വീണ്ടും 1 time 5 വന്നു. Then balance 3 വരും and 0 കൊടുത്തു. അപ്പൊ ഇവിടെ പോയിന്റ് കൊടുക്കുക. 6 times 30. That means 11.6 ആണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് കിട്ടുന്നത്. ഹൈറ്റ് ഈക്വൽ ടു 11.6.
6 സെന്റിമീറ്റർ. സെന്റിമീറ്ററിലാണ് വാല്യൂ. അപ്പൊ നമുക്ക് ആ ബോക്സിൽ 11.6 എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ 11.6 സെന്റിമീറ്റർ. സോ ഇൻ ഫസ്റ്റ് കേസിൽ നമുക്ക് ഹൈറ്റ് വന്നത് 11.6 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് കേസ് ചെയ്യണം. അപ്പൊ സെക്കൻഡ് കേസ് ചെയ്യുമ്പോഴും ഹൈറ്റ് ആൻഡ് ഏരിയ ഇസ് ഗിവൺ, ദെൻ ഫൈൻഡ് ദി ബേസ്. ബേസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ ട്രയാങ്കിൾ ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH. ഓക്കെ, ദെൻ ഏരിയ എത്രയാണ്? ഏരിയ 1256 ആണ്. ഇപ്പൊ നമ്മൾ ഏരിയയുടെ പ്ലേസിൽ 1256 കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇസ് നോട്ട് ഗിവൻ ആൻഡ് ഹൈറ്റ് ഇസ് 31.4. 31.4 ആണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ചെയ്യുന്ന സമയത്ത് 1256 is equal to, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 31.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എച്ച് എന്നാണ് വരിക, ഇൻറ്റു ബി. ഓക്കെ, ഇവിടെ ബേസ് ആണ്, അപ്പൊ ഇൻറ്റു ബി. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഈ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് 1256 ഇത് ഇൻറ്റു ആണ്, സോ അതെന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 31.4 by 2. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ബേസ്. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യാം. 1256 ഇൻറ്റു 2 by 3.14. 3 അല്ല 31.4. ഓക്കെ, 31.4 ആണ്. ഇനി നമ്മൾ ഇതിന് രണ്ടിനെ ഒന്നെങ്കിൽ ഇങ്ങനെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 1256 ഇൻറ്റു 2 ആണ്. 12 2, then 1, 10, 11, 4, 5 and 2. So 2512 കിട്ടും ഡിവൈഡഡ് ബൈ 31.4. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടുത്തെ ഡെസിമലിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ 31.4 ആണ്. അപ്പൊ അതിനെ ഇൻറ്റു 10 ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായിട്ട് മാറും? സോ ഈ വാല്യൂ 25120 ആയിട്ട് മാറും അല്ലെ. 25,120 ആയിട്ട് മാറും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഈ ഒരു ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ദാറ്റ് ഇസ് 314. അപ്പൊ അത് 314 ആയിട്ട് മാറി. ഇനി നമുക്ക് നോർമൽ ഡിവിഷൻ ചെയ്യാം. നമ്മുടെ നോർമൽ ഡിവിഷൻ ചെയ്യുമ്പോൾ 25,120യും 340യും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കുക. നോർമൽ ഉള്ള ഡിവിഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 25,120 ആണ്. 25,120 ഡിവൈഡഡ് ബൈ 340 ചെയ്യുന്ന സമയത്ത് നമുക്ക് 80 കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ഡെസിമൽ പോയിന്റ്സ് ഒന്നുമില്ല. അതായത് 340 ഇൻറ്റു 80 ചെയ്താൽ നമുക്ക് 25,120 കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ 80 ആണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ 80 കിട്ടി. ദാറ്റ് മീൻസ് അവർ ബി. ഓക്കെ, ബി അതായത് ബേസ് ആണ് നമുക്ക് 80 സെന്റിമീറ്റർ കിട്ടിയത്. അപ്പൊ നമുക്ക് അത് അവിടെ എഴുതി വെക്കാം. സോ ഇവിടെ സെന്റിമീറ്റർ അല്ല മില്ലിമീറ്ററിലാണ് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും മില്ലിമീറ്ററിൽ തന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ എഴുതുമ്പോഴും നമ്മൾ യൂണിറ്റ് മില്ലിമീറ്ററിലായിരിക്കണം എഴുതേണ്ടത്. അപ്പം 80 millimeter. So this is the base. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതിൽ ഹൈറ്റ് മിസ്സിംഗ് ആണ്, ബേസ് ഉണ്ട് ആൻഡ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ബേസ് വന്നത് 22, ഏരിയ 170.5 ആണ്. ഓക്കെ, ഏരിയ ഈക്വൽ ടു 170.5 സെന്റിമീറ്റർ സ്ക്വയറും. ഓക്കെ, 170.5 സെന്റിമീറ്റർ സ്ക്വയർ. പിന്നെ ബേസ് ഉണ്ട്, ബേസ് 22 സെന്റിമീറ്റർ. ബേസ് 22 സെന്റിമീറ്റർ. ദെൻ നമ്മൾ ഹൈറ്റ് ഫൈൻഡ് ചെയ്യണം. ഹൈറ്റ്, അപ്പം ഹൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. സോ ഏരിയ ഈക്വൽ ടു ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്താൽ മതി. ഏരിയ 170.5 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 22 ഇൻറ്റു എച്ച്.
അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 2 and 22 വരുന്നുണ്ട്, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അവിടെ നമുക്ക് ക്യാൻസലിംഗ് പറ്റും അല്ലെ. 2ല് 2 1 ടൈമും 22 11 ടൈംസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് കിട്ടി. 170.5 is equal to 11h ആയിട്ട് മാറി. 11h. ഓക്കെ, ഇനി ഈ 11 ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ h is equal to 170.5 ഡിവൈഡഡ് ബൈ 11 ആയിട്ട് മാറി. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ആ ഡെസിമൽ പോയിന്റ്സിനെ ഒഴിവാക്കാറായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് അപ്പോഴാണ് നമ്മൾ 10 എടുക്കുക. ഇനി ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 100 എടുക്കണം, 3 ആണെങ്കിൽ 1000 എടുക്കണം. അതിനനുസരിച്ച് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ 0 അവിടെ ആഡ് ചെയ്തുകൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇൻറ്റു 10 ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ താഴെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിലും ഇൻറ്റു 10 ചെയ്യണം. അപ്പൊ നമുക്കിത് 17050യും ആൻഡ് താഴെ 110ഉം കിട്ടിയിട്ടുണ്ട്. 110. ഇനി നമുക്ക് നോർമൽ ഡിവിഷൻ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ 0യും 0യും അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഒന്നും കൂടെ ഈസിയായി 1705/11 ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് സോ 11 ചെയ്യുന്ന സമയത്ത് 1 ടൈം ആണ് 11 വരിക. ദെൻ ഇവിടെ 6 വരും. ഇനി 0 ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ 5 ടൈംസ് നമുക്ക് 55 വരും. ആൻഡ് ഇതിവിടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 - 5 5 ആണ്. ഇത് 0 ആയിപ്പോയി. ഇനി ഈ 5നെ അങ്ങ് താഴോട്ട് കൊടുത്താൽ 55 വന്നു. 11ൽ 5 ടൈംസ് ആണ് 55. സോ ദി ആൻസർ ഇസ് 155 centimeter. So this is our height. ഓക്കെ, അപ്പൊ ഈ ഡെസിമൽസ് ഒക്കെ വരുന്ന സമയത്ത് ഐ തിങ്ക് ദിസ് മെത്തേഡ് ഇസ് സിമ്പിൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ആ ഡെസിമൽസിന് ആദ്യം അങ്ങ് ഒഴിവാക്കാം അവിടുന്ന്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമൽസ് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആൻസർ ഡിവിഷൻ ചെയ്യുക. എന്നിട്ട് ആൻസറിൽ നമ്മൾ അവിടെ ഡെസിമൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിലും ഈസി എന്താണ്, ഇങ്ങനെ നമ്മൾ 10 കൊണ്ട് 100 1000 ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് തന്നെ ആ ഡെസിമൽസിനെ അങ്ങ് മൂവ് ചെയ്താളാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് മീൻസ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല, നമുക്ക് ഈസി ആയിട്ട് ഡിവിഷൻ ചെയ്യാം. അപ്പൊ 155 സെന്റിമീറ്റർ ആണ് ഫൈനൽ ആൻസർ വരുന്നത്. സോ ഇവിടെ 155 സെന്റിമീറ്റർ. സോ ദിസ് ഇസ് ദി ഹൈറ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോരോ വാല്യൂസ് മിസ്സിംഗ് ആയിരുന്നു, നമ്മൾ എല്ലാ വാല്യൂസും ഫൈൻഡ് ചെയ്ത് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 5th ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് ഇവിടെ 5th ക്വസ്റ്റ്യൻ നോക്കാം. സോ 5th ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇസ് PQRS is a parallelogram. അപ്പൊ ഒരു പാരലോഗ്രാം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PQRS is a parallelogram and QM. Okay, this QM is the height of Q to SR. Okay, Q ന്ന് SR-ലോട്ട് വരുന്ന ഹൈറ്റ് ആണ് QM and QN, next height is QN. QN is the height from the Q to PS. Okay, then SR is 12 centimeter. So this SR is 12 centimeter. SR is 12 centimeter and QM is 7.6 centimeter. Okay, അത് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. Then next is the area of the parallelogram PQRS. PQRSന്റെ ഏരിയ ചെയ്യണം. അപ്പൊ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ബേസ് ഉണ്ട് 12 ആൻഡ് ഹൈറ്റ് is 7.6. അങ്ങനെ നമ്മൾ ഏരിയ ചെയ്യുന്നു. Then next is QN. Find QN if PS is 8 centimeter. QN ചെയ്യണം PS 8 സെന്റിമീറ്റർ ആയിട്ട് വെച്ചിട്ട്. അപ്പോഴും നമ്മൾ ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ സെയിം അല്ലെ, നമ്മൾ ഹൈറ്റ് എത്ര മാറ്റിയെടുത്താലും ഏരിയയിൽ നോ ഡിഫറൻസ്. ഓക്കെ, അതെന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. നമ്മൾ എന്താണോ ഫൈൻഡ് ചെയ്തത് അത് തന്നെയാണ് ഏരിയ ആയിട്ട് വരിക. നമ്മൾ ഇനി എത്ര ഹൈറ്റ് അവിടെ ചേഞ്ച് ചെയ്താലും ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യാ, ഏരിയ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്യും, അത് യൂസ് ചെയ്തുകൊണ്ട് ബേസും ഇവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബേസ് 8 ആണ്, PS ആണ് ബേസ് 8. അപ്പൊ ഏരിയയും ആ ബേസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ QN ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ഏരിയ ഓഫ് പാരലോഗ്രാമിന് നമുക്ക് ഇങ്ങനെ പാരലോഗ്രാം ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പാരലോഗ്രാം എന്നൊന്നും എഴുതണ്ട. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ പാരലോഗ്രാം വരയ്ക്കാം. പാരലോഗ്രാം ഓഫ് PQRS. Okay, that is equal to BH. Equation is BH ആണ്, base into height. So here what is base? Base is 12 അല്ലെ, 12 ആണ് base. അപ്പൊ 12 into height is 7.6.
ഹൈറ്റ് 7.6 ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 76 into 12 എന്ന് ചെയ്യാം. Okay, so 6 into 12 in 2, then 40 plus 1 50 and 6 7. So 2, then 6 plus 5 11, 8 and 9. So 912 കിട്ടും. ബട്ട് ആഫ്റ്റർ ഇവിടെ ഒരു ഡിജിറ്റ്സ് വരുന്നുണ്ട് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്. അപ്പൊ ആൻസർ വരുമ്പോൾ 91.2 സെന്റിമീറ്റർ സ്ക്വയർ. So this is the area of this parallelogram. Okay, അപ്പൊ ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് കിട്ടി. Then next എന്താ ചെയ്യണ്ടേ? QN ഫൈൻഡ് ചെയ്യണം. So that time this PS is 8 centimeter. അത് ക്വസ്റ്റ്യൻ ഉണ്ട്. PS ആണ് ബേസ്, അത് 8 centimeter ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ is find QN. ഓക്കെ, സോ അപ്പൊ നമ്മൾ QN ആണ് നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. QN അതാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. QN is the height. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ഏരിയ, പാരലോഗ്രാമിന്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. വി ഓൾറെഡി ഫൈൻഡ് ദിസ് ഏരിയ 91.2. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 91.2 is equal to ബേസ് എന്തായിട്ട് മാറി? 8 ആയിട്ട് മാറി. സോ 8 into then h. QN ആണ് കേട്ടോ h എന്ന് പറയുന്നത്. അപ്പൊ ഇനി h കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 8നെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. സോ 91.2 divided by 8. ഓക്കെ, 91.2 divided by 8 വന്നു. ഇനി നമുക്ക് ഇവിടെ ഡിവിഷൻ ചെയ്യണം. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ പോയിന്റ്സിനെ അവിടുന്ന് റിമൂവ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റാ. അപ്പൊ ഇൻറ്റു 10 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് സിമ്പിൾ. അപ്പൊ ഇതെന്തായിട്ട് മാറി? 19120 ആയി. 9120 by 80 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് ഇവിടെ തന്നെ ഈ സീറോനെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് എന്താ? 912 divided by 8. അപ്പം 1 ടൈം 8 വന്നു, ബാലൻസ് 1, then 1 ഇങ്ങോട്ട് കൊടുത്തു, വീണ്ടും 1 ടൈം 8, then 3 വരും, then 2 കൊടുക്കുക. സോ 8 into 4 ചെയ്യാം. 4 ടൈംസ് 32 തന്നെ വരും. അപ്പൊ ആൻസർ എത്രയാണ്? ആൻസർ ഇസ് 114. സോ ദിസ് 114 is the height. ഓക്കെ, ഇതാണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് QN കിട്ടി. ദെൻ ഫസ്റ്റ് നമ്മൾ ഏരിയയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമ്മൾ ആദ്യം ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്തു, വീണ്ടും നമ്മൾ ആ ഏരിയ യൂസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് പറഞ്ഞ ഹൈറ്റ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും നമുക്കൊരു ഫിഗർ ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ DL and BM are the height of the sides AB and AD respectively of parallelogram ABCD. Okay, so here ABCD is a parallelogram and DL and BM are the height. രണ്ട് ഹൈറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും ബേസസ് ഡിഫറെന്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ B എന്ന് വരച്ച് ഇതിന്റെ ബേസ് DA യും then ഇവിടെ ബേസ് AB യും ആണ്. Okay, then if the area of the parallelogram is 1470 centimeter square, area is given. Okay, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ആ ഏരിയ ഒന്ന് ഇവിടെ എഴുതി വെക്കാം. Area of this parallelogram 1470 centimeter square and AB is 35. AB. So this AB is 35 centimeter and AD is 49 centimeter. Then find the length of BM and DL. രണ്ട് ഹൈറ്റ്സും ഇവിടെ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു BH അല്ലെ, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഏരിയ 1470 ആണ് ഇസ് ഈക്വൽ ടു, രണ്ട് കേസിലും ഹൈറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് കേസിൽ ബേസ് നമുക്ക് 35 എടുക്കാം. അപ്പൊ നമുക്ക് ഹൈറ്റ് DL ആണ്. ഓക്കെ, അപ്പൊ 35 ഇൻറ്റു ഹൈറ്റ് എന്താണ്? DL ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ DL ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ DL എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ ഈ 35 ഇവിടെ ഇൻറ്റു ആണ്, അത് ഈ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 1470 divided by 35. ഓക്കെ, നമുക്ക് നോർമൽ ഡിവിഷൻ ചെയ്യാം, അതർവൈസ് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. എല്ലാ സ്റ്റെപ്സും ഇവിടെ പോസിബിൾ ആണ്. ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 1470 and 35 ആണ്. അപ്പൊ 35 നമുക്ക് 1 എടുക്കാൻ പറ്റില്ല, നെക്സ്റ്റ് ഡിജിറ്റ് 4 ആണ്, അപ്പോൾ അത് 14 ആവുള്ളൂ. അപ്പൊ നമ്മൾ 147 എടുക്കണം. അപ്പൊ 35 into 4 ചെയ്താൽ നമുക്ക് 20ക്ക് 0 then 2 12 and 2 140 കിട്ടും അല്ലെ. 12
140 കിട്ടും. അതായത് 35 into 4 is 140. ദെൻ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് 7, ഇത് 0 0 ആയിപ്പോ, ആൻഡ് ഈ ഒരു 0 ഇങ്ങോട്ട് താഴത്തോട്ട് എഴുതി. അപ്പൊ 35 into 2 ചെയ്താൽ എത്ര കിട്ടും? 35 into 2 ദാറ്റ് ഇസ് 067 അല്ലെ, 70 ആണ്. സോ 2 ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടി. സോ ദി ആൻസർ ഇസ് 42 ആണ് ആൻസർ. അതായത് DL ഹൈറ്റ് വരുന്നത്, DL ആണ് ഹൈറ്റ്, 42 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ഈ DL നമുക്ക് 42 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒരു ഹൈറ്റും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് MB ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് MB ചെയ്യാം. MB ചെയ്യുമ്പോൾ നമ്മൾ ഏരിയയിൽ ഡിഫറൻസ് ഒന്നുമില്ല, 1470 തന്നെ എടുത്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫൈൻഡ് MB. ഫൈൻഡ് MB. ഓക്കെ, MB ചെയ്യാണ്. ഏരിയ ഇസ് ഈക്വൽ ടു പാരലോഗ്രാം ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ വരുന്നത് 1470 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ബേസ് 49 ആണ്, ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MB ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? H is equal to 1470 divided by 49 വരും. ഇനി നമുക്ക് ഇവിടെ ഡിവിഷൻ ചെയ്യാം. 49 ചെയ്യുന്ന സമയത്ത് 49 into 3 ചെയ്യുമ്പം 147 കിട്ടും. അതായത് 49 into 3 ആണ് 147. സോ ഇനി എന്താണ്? ഈ 0 ഇവിടെയും 0 വരാം. അപ്പൊ ഈ 0 നമ്മൾ മുകളിലോട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് 30 is the answer. അപ്പൊ ഇവിടെ ഹൈറ്റ് വന്നത് 30 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് വന്നത്? നമ്മുടെ MB വന്നത്. MB is the height. അത് നമുക്ക് എത്ര വന്നു? 30 സെന്റിമീറ്റർ നമുക്ക് MB കിട്ടി, ഹൈറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്തതെന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ ആണ് കേട്ടോ. നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഇപ്പൊ പാരലോഗ്രാമിൽ ചെയ്തു. ഇനി നമുക്ക് ട്രയാങ്കിളിലെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രയാങ്കിൾ ABC is a right angle triangle at A. Okay, this ABC is a right angle triangle. What is right angle triangle? One angle equal to 90 degree. That triangles are called right angle triangle. And AD is perpendicular to BC. AD BC ക്ക് perpendicular ആണ്. Okay, അപ്പം AD height ആയിട്ട് വരും. Okay, height ആണ്. Then if AB is 5 centimeter and BC, where is BC? BC താഴെ ദാ ബേസ് ആണ് 13 centimeter and AC is 12 centimeter. Find the area of triangle ABC. നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. And also find the length of AD. ഈ AD യുടെ ലെങ്ത്തും ഫൈൻഡ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏരിയ വേണം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ ബേസും ഹൈറ്റും വേണം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോ ബേസ് നമുക്കിപ്പോ 13 എടുക്കാം. 13 എടുക്കുമ്പോൾ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് ഇതാണ്. അത് നമുക്ക് അറിയില്ല, അത് ഫൈൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും BC എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ നോക്കുന്ന സമയത്ത് ദിസ് AB നമുക്ക് ഹൈറ്റ് ആക്കി എടുത്താലോ? കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്. എപ്പോഴും ഹൈറ്റ് അതിന്റെ ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഹൈറ്റ് ആക്കി എടുത്താൽ ഇതാണ് ബേസ്. നമ്മുടെ AC is the base. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നമ്മുടെ 5 എന്ന് പറയുന്ന വാല്യൂ ഹൈറ്റ് ആയിട്ടും 12 ബേസ് ആയിട്ടും എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏരിയ ഫൈൻഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് വരും. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ അവിടെ ഇങ്ങനെ ഉള്ളിൽ ഡോട്ടഡ് ലൈൻ ഒന്നും വരച്ച് ഹൈറ്റ് നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? ആ സൈഡിൽ ഒരാള് ഹൈറ്റും ഒരാള് ബേസും ആയിരിക്കും. കാരണം എവിടെയാണോ 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നത്, സോ അവിടെ ആയിരിക്കും ആ രണ്ട് ലൈൻസ്. ഓക്കെ, ആ രണ്ട് സൈഡ്സിലാണ് ബേസും ഹൈറ്റും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് 90 ഡിഗ്രി ഫോം ചെയ്തത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന ഈ ബേസ് 12 ആയിട്ടും അതുപോലെ ഹൈറ്റ് 5 ആയിട്ടും നമ്മൾ ചൂസ് ചെയ്യാം. അതിന് നമുക്ക് ഏരിയ ചെയ്യാം. അപ്പൊ ഏരിയ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് 13 എന്ന് പറയുന്നത് ബേസ് ആക്കി എടുത്തിട്ട് ഏരിയയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ADയുടെ ലെങ്ത് കിട്ടും, ഹൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നതെന്ന്.
So area of triangle ABC. അപ്പൊ നമുക്ക് എങ്ങനെയാ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to half into B into H ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ബേസ് is equal to 5 centimeter and height is equal to ഇവിടെ വന്ന വാല്യൂ എന്ന് പറയുന്നത് 12 അല്ലേ, 12 സെന്റിമീറ്റർ. ഓക്കെ, ഇത് ബേസ് 5ഉം അതുപോലെ നമ്മുടെ ബേസ് 12ഉം ഹൈറ്റ് 5ഉം വരാൻ റീസൺ, സോ ദിസ് ഇസ് 90 ഡിഗ്രി ആംഗിൾ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ചെയ്യാം. അപ്പം ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12. സോ ഈ ഒരു കേസിൽ ഇവിടെ 12 ആൻഡ് 2 ഉണ്ട്, അപ്പൊ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2ല് 12 6 ടൈംസ്. ഓക്കെ, 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 12 ഉണ്ട്, 6 ടൈംസ് ആണ്. അപ്പം ഏരിയ എന്ത് കിട്ടും, ഏരിയ ഈക്വൽ ടു 5 ഇൻറ്റു 6 30 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് അവർ ഏരിയ. അപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ. ഇനി ഈ ഏരിയ യൂസ് ചെയ്ത് ബേസ് 13 ആയിട്ട് എടുത്തുകൊണ്ട് AD ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബേസ് 13 സെന്റിമീറ്റർ എടുക്കാം. ഓക്കെ, സോ അപ്പം ഏരിയയുടെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏരിയ നമ്മൾ 30 എന്ന് കൊടുക്കുന്നു. 30 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 13 ഇൻറ്റു ആൻഡ് നമ്മുടെ ഹൈറ്റ്. അപ്പൊ അവിടെ ഹൈറ്റ് വരുന്നത് AD ആണ്, അപ്പൊ അത് AD തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഹൈറ്റ് AD. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 30 ഈക്വൽ ടു 1 into 13 is 13/2 into AD. ഓക്കെ, ഇനി നമുക്ക് AD ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇതിന് ഈ സൈഡിലോട്ട് മൂവ് ചെയ്യണം. 13/2 ഇവിടെ മൾട്ടിപ്ലിക്കേഷനാ, ഈ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പം AD is equal to 30 divided by 13/2 എന്ന് വരും. ഓക്കെ, ദെൻ ഇതെങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യാ, റെസിപ്രോക്കൽ എടുക്കുക അല്ലെ, 30 into 2/13. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ്, അതിനൊന്ന് ഇൻവേർട്ട് ചെയ്യാം. ഇനി 30 into 2 എന്താ, 60 ആണ്. 16/13 ചെയ്യാം. ഓക്കെ, 16 divided by 13. In 13ല് 4 ചെയ്യുമ്പം നമുക്ക് 4 into 2 12 ആണ്. ദെൻ 4 + 1 52 വരും. 13/5 ചെയ്യുമ്പോൾ 65 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 4 ടൈംസ് നമ്മൾ 52 എടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 8 വരും. ദെൻ നെക്സ്റ്റ് 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. ഇനി 13ല് 80 വരുന്നുണ്ടോ, 6 ടൈംസ് 78 ആണ്. ദാറ്റ് മീൻ 13 into 6 is 78. ദെൻ ബാലൻസ് 2. ദെൻ 0 കൊടുക്കുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തു പോകും. സോ വി ക്യാൻ ടേക്ക് ദിസ് 4.6. അപ്പൊ നമുക്ക് ഇവിടെ 4.6 എടുക്കാം. ഓക്കെ, സോ ദി ആൻസർ ഇസ് AD equal to 4.6 centimeter. ഓക്കെ, ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് നമുക്ക് ഒരു 1 ഡിജിറ്റ് മതി, അതിൽ കൂടുതലൊന്നും എടുക്കണ്ട. അപ്പൊ 4.6 സെന്റിമീറ്റർ ആണ് നമുക്ക് AD കിട്ടിയത്. അതായത് നമ്മുടെ ആ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് AD. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്തതെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അതായത് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഏരിയ ഓഫ് പാരലോഗ്രാം ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിളിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഏരിയ ഓഫ് സർക്കിൾസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. സോ ഇവിടെ ABC is an isosceles. ഓക്കെ, isosceles ആണ്. വാട്ട് ഇസ് isosceles triangle? ട്രയാങ്കിളിന്റെ 2 sides ഈക്വൽ ആണെങ്കിൽ we can say that is an isosceles triangle. Okay, അപ്പൊ ട്രയാങ്കിൾസ് നമുക്ക് isosceles ഉണ്ട്, അതുപോലെ ഇക്വലാറ്ററൽ ഉണ്ട്. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വലാറ്ററൽ ആണ്. അപ്പൊ ഇവിടെ 2 sides ആണ് ഈക്വൽ, അതുകൊണ്ടാണ് AB AC equal to 7.5 എന്ന് തന്നിട്ടുള്ളത്. ABയും ACയും 7.5. Then BC 9 centimeter അതും തന്നിട്ടുണ്ട്. ഓക്കെ, then the height of AD okay, AD from A to BC 6 centimeter. ഓക്കെ, ഈ ഒരു ഹൈറ്റും 6 centimeter.
ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ആൻഡ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ചെയ്യാം, കാരണം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് 9ഉം ഈ ഒരു ഹൈറ്റ് 6ഉം എടുത്തിട്ട് നമുക്ക് ആദ്യം ഏരിയ ചെയ്യാം. ദെൻ അതിനുശേഷം വാട്ട് വിൽ ബി ദി ഹൈറ്റ് ഫ്രം സി ടു എ ബി, ദാറ്റ് ഇസ് സിഇ. അതായത് ഈ ഒരു ഹൈറ്റ് നമ്മൾ ചെയ്യണം, സിഇ ചെയ്യണം. ഇതിപ്പോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അതേ മോഡലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം, ഏരിയ ചെയ്യാം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബേസ് മാറ്റുക, 7.5 എടുക്കുക, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും യൂസ് ചെയ്യുക, എന്നിട്ട് ഹൈറ്റ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇവിടെ ബേസ് വരുന്നത് 9 ആണ്, 9 സെന്റിമീറ്റർ, ആൻഡ് ഹൈറ്റ് 6 സെന്റിമീറ്റർ, ആൻഡ് ഏരിയ, ഇനി ഏരിയ ഫൈൻഡ് ചെയ്യാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു 6. ഓക്കെ, ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു 6 ചെയ്യാം. അപ്പൊ നമുക്ക് 2ല് 6 3 ടൈംസ്, നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. 9 ഇൻറ്റു 3 എന്താണ്, 27. അപ്പൊ നമുക്ക് ഏരിയ ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു 27 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് അവർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഹൈറ്റ് വേണം അല്ലെ. ഏത് ഹൈറ്റ് ആണ്, സിഇ. അപ്പൊ ബേസ് നമുക്ക് എന്തായിട്ട് എടുക്കണം, 7.5 ആയിരിക്കണം അവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ബേസ് 7.5. നെക്സ്റ്റ് കേസിൽ ബേസ് ഈക്വൽ ടു 7.5 സെന്റിമീറ്റർ. ഓക്കെ, 7.5 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ഏരിയ half into base into height. Area is 27. So അത് substitute ചെയ്തു. Half into base 7.5. Then into height. Okay. Then ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 27 is equal to 1 into 7.5 is 7.5/2 വരും. Then into h. Okay. ഇനി നമുക്ക് h ആണ് വേണ്ടത്. അപ്പൊ ഇതിനെ മൂവ് ചെയ്യണം. So h is equal to 27 divided by 7.5/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വേണം 7.5നെ മാറ്റാം. ഇൻറ്റു 10 ചെയ്താൽ മതി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്യണം. ഓക്കെ, അപ്പൊ 7.5 ഇൻറ്റു 10 ആൻഡ് താഴെയും 2 ഇൻറ്റു 10. സോ അപ്പൊ അത് 75/20 ആയിട്ട് മാറും. ഓക്കെ, 75/20. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, 27 ഇൻറ്റു 75/20നെ 20/75 എന്നാവും. നമ്മളവിടെ റെസിപ്രോക്കൽ എടുക്കണം. ഇൻറ്റു ആവുന്ന സമയത്ത് അത് റെസിപ്രോക്കൽ ആയിട്ട് എടുക്കാം. അപ്പൊ 27 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 75 ആണ്. ഇനി നമുക്ക് 27ഉം 20യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 540 വരും. അപ്പൊ 540 ഡിവൈഡഡ് ബൈ 75 അതാണ് ഇനി ചെയ്യേണ്ടത്. So 540 divided by 75 ചെയ്യാം. സോ നമുക്ക് 75 ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 5ല് ക്യാൻസലിംഗ് മെത്തേഡും ചെയ്യാം. ഒന്നെങ്കിൽ 540 ഡിവൈഡഡ് ബൈ 75. സോ 5ല് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. 5ൽ എങ്ങനെയാ നമ്മൾ ക്യാൻസൽ ചെയ്യുക, 5ല് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 ടൈം 5, ദെൻ 4 വരുന്നില്ല, നമ്മൾ 40 എടുക്കും. അപ്പൊ 48 ടൈംസ് ആണ്. അപ്പം 108 എന്ന് വേണം എടുക്കാൻ. 80 എന്നല്ല, 108. ഇവിടെ 5ല് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 75 എത്ര ടൈംസിലാ, 5ല് 13 ഇൻറ്റു 5 ആണ് അല്ലെ, 15 ഇൻറ്റു 5 15 ആണ് വരുന്നത്. ഓക്കെ, 108 ഡിവൈഡഡ് ബൈ 15 വന്നു. ഇനി നമുക്ക് 3ല് പോസിബിൾ ആണ് ഇവിടെ ക്യാൻസലിംഗ് ചെയ്യാനായിട്ട്. 3ല് പോസിബിൾ അല്ല. ദെൻ അപ്പൊ നമുക്ക് 108ഉം 15ഉം കൂടെ നോർമലി ചെയ്യുന്ന പോലെ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാം. അപ്പൊ 15ല് ചെയ്യുമ്പം 8 ടൈംസ് ചെയ്യുമ്പം 0, ദെൻ 4, 8 and 4 12 വരും. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ 150 ഇൻറ്റു 6 ചെയ്യുമ്പോഴോ 0, 3, 9 90 ആണ് വരുന്നത്. ദെൻ 7 ചെയ്യുമ്പോൾ 115 ഇൻറ്റു 7 ചെയ്യുമ്പോൾ
35 then 3 105 വരും. അതായത് 7 times 105 വരുന്നുണ്ട്. 7 times 105. Then ഇവിടുന്ന് നമ്മൾ ഇനി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഇതൊക്കെ 0. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. ആൻഡ് 15 and 30 2 times ആണ് നമുക്ക് 30 വരുന്നത് 50ൽ. അപ്പം ആൻസർ ആയിട്ട് നമുക്ക് 7.2 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിയത് 7.2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്ചറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ആയിരുന്നു, ദാറ്റ് ഇസ് 27 സെന്റിമീറ്റർ സ്ക്വയർ. പിന്നെ നമുക്കിപ്പോ ലാസ്റ്റ് നമ്മളോട് ഈ ഒരു ഹൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഈ ഒരു ഹൈറ്റ്, ദാറ്റ് മീൻസ് സിഇ. ഓക്കെ, സിഇയും കൂടെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് സിഇയുടെ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ 2 ടൈപ്പ് ചെയ്യണം ഇവിടെ, അതായത് 2 സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് നോർമലി നമ്മൾ ഏരിയ ചെയ്യുക, പിന്നെ ആ ഏരിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ ബേസ് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരും, അപ്പം അതും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടിലെ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലത്തെ എല്ലാ എക്സസൈസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏരിയ ഓഫ് പാരലോഗ്രാം ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ രണ്ടിലും കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഏരിയ ഓഫ് സർക്കിൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, ഏരിയ ഓഫ് സർക്കിൾസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു.